ഗിരീഷ് വേണന വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശാഖ നമ്പർ 164 ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും പഠനോപകരണ വിതരണത്തിൻ്റെയും കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പെടുത്തിയേക്കുന്നത്. ആദ്യമായിട്ടാണ് ഗിരീഷ് വേണന വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണം കേട്ടോ. മാക്സിമം സ്കിപ്പ് അടിക്കാതെ കണ്ടോ. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് പോകാം. സ്വന്തമാകണം അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ കന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീട്ടി സായുജ്യം നൽകുവാനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും പേരല്ലോതും മൊഴിയുമാക്കിൽ നീ അകവും പുറവും ഇന്നും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാമനപരായണ ജയിക്കുക ചിദാനന്ദ ജയാ സിന്ധോ ജയിക്കുക ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും അവസാനിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് പ്രസാദമൂട്ട് തുടങ്ങാൻ സമയമായി. അപ്പോൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള പായസവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വരി വരിയായി നിന്നുകൊണ്ട് എല്ലാവരും പ്രസാദമൂട്ടിനുള്ള തയ്യാറെടുപ്പിലും കാര്യങ്ങളാണ്. കമ്മിറ്റിക്കാരെല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് വിളമ്പിയൊക്കെ കൊടുത്ത് വരുന്ന ഭക്തർക്കെല്ലാം പ്രസാദമൂട്ട് നല്ല ഭംഗിയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആ പ്രസാദമൂട്ടിൻ്റെ കാഴ്ചകളും കൂടി കുറച്ച് നേരം കാണാം.
പ്രസാദൂട്ടിന് ശേഷം നമ്മുടെ ശാഖയിലുള്ള എല്ലാ മെമ്പർമാർക്കും മെമ്പർഷിപ്പ് ID കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം വൈസ് പ്രസിഡൻറ്റ് സെക്രട്ടറിക്ക് കൊടുത്തു. അതുപോലെ തന്നെ ആദ്യത്തെ 2 മെമ്പർമാർക്കും കൂടി സ്റ്റേജിൽ വെച്ച് കൊടുത്ത് ആ ഒരു ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ ആ ഒരു 2 പേർക്കും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ് സെക്രട്ടറിക്കും നൽകി ആ ഒരു ഉദ്ഘാടന കർമ്മം കൂടി ഇവിടെ നടത്തുകയുണ്ടായി. ഈ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു കഥാപ്രസംഗം ഈ വേദിയിലുണ്ടായി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കൂടി കുറച്ച് നേരം കാണാം. സ്കിപ്പ് അടിക്കരുത്. ഇതിന് ശേഷം പുസ്തക വിതരണം കൂടി ഉണ്ട്. ഒരു ദിവസം കൂട്ടുകാരും നാട് കളിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്നാണ് തൊട്ടടുത്തുള്ള പുലിയക്കുടിയിൽ അടുപ്പത്ത് കഞ്ഞി ചവച്ച് പറയുന്നു. നാടും ഇവിടെ കൂടിയത് ആരുമില്ലേ? വീട്ടിലാണില്ലേ? മറുപടിയില്ല. പിന്നെ താമസിപ്പിച്ചില്ല. അവിടെ കിടന്നൊരു തുണിയെടുത്ത് നാടും അടുപ്പത്ത് നിന്നും കലം താഴെ വെള്ളമൊഴിച്ചു. ഇത് കണ്ടു നിന്ന കൂട്ടുകാർ വയൽവാരത്തേക്ക് ഓടി മാടനാശാന്റെ ചെവിയിൽ തീ കത്തിക്കാൻ നാരദന്റെ ഭൂമിയിലെത്താം. ഞാൻ നീ ആ അയ്യൻകുളിയന്റെ കുടിലിൽ കയറിയോടാ? നാട് കാര്യം പറഞ്ഞു. നീയാണ് അവിടുത്തെ കാര്യക്കാരൻ. അവൻ ഐക്യജാതിക്കാരാണെന്ന് അറിയില്ലേ? അച്ഛാ, ഞാനിത് ചെയ്തതായിരുന്നെങ്കിൽ അവർ പട്ടിണി എടുക്കുമായിരുന്നു. അച്ഛാ, പ്രാണജാതിക്കാരെ വിഷം നൽകുന്ന നിന്നെക്കൊണ്ടാ ജാതം. വിഷത്തിന് ജാതിയുണ്ടോ അച്ഛാ? നാടിന്റെ ചോദ്യം കേട്ട് അച്ഛൻ ഉത്തരം നാണുവിന്റെ മനസ്സിൽ പലവിധ ചിന്തകൾ മുളപൊട്ടി. താണജാതിക്കാരും കട്ടിയും പിടിച്ചു. അവരും മനുഷ്യനാണ്. മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടുകൂടുന്നു. ഇതെന്ത് നീതി? ഒരിക്കൽ കൂട്ടുകാരുമൊക്കെ നാണു വഴിയിലേക്ക് വരുമ്പോൾ എതിരെ ഒരു സന്യാസി